ആശാനെ നമസ്കാരം. എന്തായാലും ഈ ഇലക്ഷൻ കഴിയുമ്പോഴെങ്കിലും BJPക്ക് ഒരു കേഡർ സ്വഭാവം കൊണ്ടുവരാൻ മോദിക്ക് കഴിയുമെങ്കിൽ അത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. കാരണം മോദി എന്ന വ്യക്തിയോട് അല്ലെങ്കിൽ അമിത്ഷാ എന്ന വ്യക്തിയോട്, കാരണം ഈ കൂട്ടുകെട്ടാണല്ലോ നമ്മുടെ ഇന്ത്യയുടെ ശക്തി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ ഓരോ സംസ്ഥാനത്തിൻ്റെയും തലപ്പത്ത് പിടിച്ചിരുത്തുന്ന ആളിന് തലയിൽ അല്പമെങ്കിലും ബോധമുള്ളവനെയാണെങ്കിൽ അതും ബെസ്റ്റ്. കാരണം ചില ആളുകൾക്ക് തല്ലി പിടിക്കാനേ കഴിയൂ, ബുദ്ധിപരമായി ചിന്തിക്കാനോ തീരുമാനങ്ങൾ എടുക്കാനോ കഴിയില്ല എന്ന് ഞാൻ വളരെ പച്ചയ്ക്കും വേദനയോട് തന്നെ പറയണം. ഇല്ലെങ്കിൽ ദാ ഈ കാണുന്ന പോലെയൊക്കെ ആയിരിക്കും കാര്യങ്ങൾ. ഇതൊന്ന് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. എങ്ങനെയുണ്ട്? കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുൻപുള്ള ലോക്സഭാ ഇലക്ഷൻ ചെയ്തു വെച്ച ഒരു തിരഞ്ഞെടുപ്പ് ഗാനമാണ് നിങ്ങളീ കേട്ടത്. ഇങ്ങനെയൊക്കെ അശ്രദ്ധ കാണിക്കുമ്പോൾ ഇതൊരു വ്യക്തിയുടെ തോൽവി എന്നതിലുപരി 44 വർഷങ്ങളായി കേരളത്തിൽ നിലയുറപ്പിച്ച്, എന്നാൽ ഇപ്പോൾ ഒരു പ്രതീക്ഷയുടെ വക്കിൽ കേരളത്തിൽ CPM-നും കോൺഗ്രസിനും ഒപ്പം വളർച്ചയെത്തി നിൽക്കുന്ന BJP എന്ന പ്രസ്ഥാനത്തിൻ്റെ പ്രതിച്ഛായക്കാണ് മങ്ങലേൽക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ വ്യക്തിക്ക് അങ്ങനെ എന്ത് സംഭവിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്ന് നേരത്തെ പ്രധാനമന്ത്രിയുടെ ഭാഷാ ട്രാൻസ്ലേഷൻ സമയത്ത് തന്നെ അത് പുള്ളി തെളിയിച്ചതെന്നാണ്. അതൊക്കെ പോട്ടെ, ഇനിയെങ്കിലും നന്നായി മതിയായിരുന്നു. പാവം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ഈ സമയത്ത് ചില കാര്യങ്ങൾ നമുക്ക് ഗഗനമായി ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. ഉള്ള കാര്യം അങ്ങ് പറയുകയാണെങ്കിൽ പിണങ്ങുവിന് തല്ലുപിടിക്കാനുള്ള കഴിവുണ്ട്, ബുദ്ധിയുമുണ്ട് എന്ന തെളിവാണിതാ ഈ കാണുന്നത്. പിണറായി വിജയൻ ഈ പ്രാവശ്യത്തെ ലോക്സഭാ ഇലക്ഷന് സ്ഥാനാർത്ഥികളായി നിർത്തുന്ന സ്ഥാനാർത്ഥി പട്ടിക നമുക്ക് നോക്കാം. പാലക്കാട് A. വിജയരാഘവൻ, ആലപ്പുഴയിൽ സിറ്റിംഗ് MP ആയ AM ഐഫ്, കാസർഗോഡ് ജില്ലാ സെക്രട്ടറി AB ബാലകൃഷ്ണൻ, കണ്ണൂർ ജില്ലാ സെക്രട്ടറി ജയരാജൻ, ആറ്റിങ്ങൽ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി V. ജോയ്, പത്തനംതിട്ടയിൽ തോമസ് ഐസക്, വടകര KK ശൈലജ, കോഴിക്കോട് ഇളമരം കരീം, ആലത്തൂർ മന്ത്രി K. രാധാകൃഷ്ണൻ, മലപ്പുറം DYFI സംസ്ഥാന പ്രസിഡന്റ് V. വസീഫ്, എറണാകുളം പറവൂർ നഗരസഭാ കൗൺസിലർ KJ ഷൈൻ, പൊന്നാനി KS ഹംസ, കൊല്ലം സിറ്റിംഗ് MLA മുകേഷ്, ഇടുക്കി ജോസ് ജോർജ്, ചാലക്കുടി C. രവീന്ദ്രനാഥ്. പിണറായി ഇവരെയൊക്കെ നിർത്താനുള്ള കാരണം രണ്ടാണ്. ഒന്ന്, ഇവരെയൊക്കെ നിർത്തിയാൽ ജനരോക്ഷം കൊണ്ടു നിൽക്കുന്ന ഈ സമയത്ത് റീസെന്റ് ട്രെൻഡ് അറിയാം. 2, എന്തായാലും ഇത്തവണ നിയമസഭാ ഇലക്ഷൻ ഗോവിന്ദ തന്നെ. അപ്പം പിന്നെ കേന്ദ്രത്തിൽ BJPക്കെതിരെ പാർലമെന്റ് യുദ്ധം നടത്തി അടുത്ത 5 വർഷം കഴിഞ്ഞ് കേന്ദ്രവും കൈയടക്കാം. ഒടുക്കത്ത ബുദ്ധിയാണ് ഇവിടെ കോച്ചിന്. അപ്പം ഇനി നമുക്ക് തിരിച്ച് BJPയിലേക്ക് വരാം. ഇനി നരേന്ദ്രമോദിക്ക് തൃശ്ശൂർ കിട്ടാനാണ് പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടെ കേസിൽപ്പെടുത്താൻ നോക്കുന്നതെന്നും, പിണറായി മുझे തൃശ്ശൂർ ദേതോ മേം ബഠിക്കോ വാപ്പസ് ദേഗ എന്നൊക്കെ നരേന്ദ്രമോദി പറയുന്നതെന്നും ഒക്കെ ഈ കായലുവാരത്തും ഇടവഴിയിലും ഒക്കെ ഇരുന്ന് വെള്ളമടിക്കുന്നവർ പറയുന്നു. ഓക്കെ, ശരിയായിരിക്കാം. മോദിക്ക് തൃശ്ശൂർ പിടിക്കാൻ പിണങ്ങുവിൻ്റെ മകളെ മനഃപൂർവ്വം രക്ഷപ്പെടുത്തി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. തൃശ്ശൂർ അത് ഇത്തവണ സുരേഷ് ഗോപിക്ക് തന്നെ. കാരണം അവിടുത്തെ ജനങ്ങളെ ട്രെൻഡ് അതാണ്. സുരേഷ് ഗോപി ജയിക്കണം എന്ന് തന്നെയാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പിന്നെ വേറെ ചില ബുദ്ധിജീവികളും പല ചാനലുകളിലിരുന്ന് പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ BJPയും CPM തമ്മിലൊരു അന്തർധാര ഉണ്ടാക്കിയെന്നും അതുകൊണ്ടാണ് BJP ദയനീയമായ പരാജയം ഏറ്റുവാങ്ങിയതെന്നും ഒക്കെ. ഇലക്ഷന് പണം തന്നെ വേണം. അവനവൻ്റെ പണം ഇട്ട് കളിച്ചാൽ അതിനൊരു പരിധിയുണ്ട്. അങ്ങനെ കളിച്ച് ഒടുവിൽ തോറ്റ വ്യക്തിയാണ് നമ്മുടെ കൃഷ്ണകുമാർ തിരുവനന്തപുരത്ത്. അന്ന് പാർട്ടിയുടെ കോർ കമ്മിറ്റിയിൽ വെച്ച് നേതാക്കളിൽ പലരും അമിത്ഷായോട് നമുക്ക് ഇലക്ഷന് പൈസ വേണം. അമിത്ഷാ പറഞ്ഞത് ഇധർ കെ ലിയേ പൈസ നഹി ഹേ മേ നഹി ദേ ദൂംഗാ ഫൈദ നഹി എന്ന് വെച്ചാൽ കേരളത്തിന് വേണ്ടി പൈസ തരില്ല, ഇവിടെ മുടക്കിയിട്ടൊരു കാര്യവുമില്ല. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല, കേരളം എന്ത് വില കൊടുത്തും പിടിക്കും എന്ന് തന്നെയാണ് അമിത്ഷായും പറയുന്നത്. ഇനി 10 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ലോക്സഭാ ഇലക്ഷൻ, കളകളം കിളികളുടെ ഒച്ചയും പാദസരങ്ങൾ അണിഞ്ഞ പുഴയുടെ കൊഞ്ചലും കേട്ടിരുന്ന ആ നല്ല കാലം. ആറ്റിങ്ങൽ മണ്ഡലം, സൂര്യൻ ഉദിച്ചു വരുന്ന ശോഭയുടെ വരുന്നു ശോഭാ സുരേന്ദ്രൻ. BJPയിൽ ഇതുപോലെ ഒരു നേതാവുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയുമില്ല. അത്രയ്ക്ക് പ്രിയങ്കരിയാണ് ആറ്റിങ്ങലുകാർക്ക് ശോഭാ സുരേന്ദ്രൻ. 2014 ലോക്സഭാ ഇലക്ഷനിൽ 92,000 വോട്ടുകൾ മാത്രം നേടിയ സ്ഥാനാർത്ഥിയെ മറിച്ചു വെച്ച് 2029 ഇലക്ഷന് ഏകദേശം 2.5 ലക്ഷം വോട്ടുകൾ നേടിയതും അതുകൊണ്ട് തന്നെ ആറ്റിങ്ങലിലെ ജനങ്ങൾ ഇത്തവണ ശോഭാ സുരേന്ദ്രനെ തന്നെയാണ് ആറ്റിങ്ങലിൽ BJP സ്ഥാനാർത്ഥിയായിട്ട് വരാൻ ആഗ്രഹിക്കുന്നത്. V. മുരളീധരൻ അടക്കമുള്ള പല പേരുകളും കേൾക്കുന്നുണ്ടെങ്കിലും BJP ശോഭാ സുരേന്ദ്രനെ തഴയില്ല എന്ന് തന്നെയാണ് ആറ്റിങ്ങലിൻ്റെ വിശ്വാസം. മാത്രവുമല്ല ഇത്തവണ BJPക്ക് പൊതുവെ ശുഭസൂചകമായ വാർത്തയാണ് കേൾക്കുന്നത്. എന്തായാലും ക്രൈസ്തവ സഭയുടെ വോട്ട് ഒരു പരിധി വരെ BJPക്ക് നേടാൻ സാധിക്കും, അല്ലെങ്കിൽ അനുകൂലമാകും. അതുപോലെ തന്നെ BDJSന്റെ വോട്ടും
കൂടാതെ CPIയുടെ വോട്ടും. CPIയുടെ വോട്ട് തിരുവനന്തപുരത്ത് വലിയ പ്രതീക്ഷയൊന്നും കൊടുക്കാതിരിക്കുകയാണ് നല്ലത്. അതുപോലെ തന്നെ BDJS അതിൽപ്പെട്ട പലരും CPMനെ പല കാര്യങ്ങളിൽ പ്രീതിപ്പെടുത്തി ബന്ധുക്കൾക്കും മറ്റും ജോലി നൽകിയതിൻ്റെ ഉദ്ദിഷ്ട കാര്യലബ്ധിക്ക് ഉപകാരസ്മരണ എന്ന രീതിയിൽ വോട്ടുകൾ CPMലേക്ക് മറിയാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും BDJS മൊത്തത്തിൽ ഇത്തവണ BJPയുടെ കൂടെ നിൽക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ത്രികോണ മത്സരം BJPക്ക് വിജയത്തിലെത്താൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്